എനിക്കിത് കുടിക്കാൻ വെള്ളം തരുമോ വെച്ചാൽ. അപ്പോൾ കുടിക്കാൻ മക്കളെ ഇപ്പോൾ കൊണ്ടോ കുടിക്കാനില്ല. അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ട്. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം കുപ്പി മഗ്ഗാണെന്ന്. മലയാളികൾക്ക് യാതൊരുവിധ പരിചയപ്പെടുത്തലുകളുടെയും ആവശ്യമില്ലാത്തൊരു മനുഷ്യനാണല്ലോ അല്ലെ നമ്മുടെ വാവ സുരേഷ്. എത്രയോ വർഷങ്ങളായി പാമ്പ് പിടുത്തവുമായി അദ്ദേഹം നമുക്കിടയിൽ സജീവമായി നിൽക്കുന്നു. അദ്ദേഹത്തിനെ പാമ്പ് പിടുത്ത രീതികളെക്കുറിച്ചും പാമ്പുകളെ കൈകാര്യം ചെയ്യുന്ന രീതികളെക്കുറിച്ചെല്ലാം പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നുമല്ല നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നു. 2 ദിവസം മുമ്പ് ചെയ്തൊരു ഇന്റർവ്യൂവിൽ വാവ സുരേഷ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ചില അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകുന്ന വേദന നിറഞ്ഞ അനുഭവങ്ങൾ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വാവ സുരേഷ് കഴിഞ്ഞ ദിവസം ചെയ്ത ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ഈ പാമ്പിനെയാണല്ലോ പിടിക്കുന്നത്. പാമ്പുമായിട്ട് ഏറ്റവും അധികം അടുത്തിടപഴകുന്നു, പാമ്പുകളുടെ മുട്ട വിരിയിക്കുന്നു, പാമ്പുകളെ ഉമ്മ വയ്ക്കുന്നു, പാമ്പുകളെ ചേർത്ത് നിർത്തുന്നു. അപ്പൊ ഇതിനെ ഒരു അറപ്പിന്റെ രീതിയിൽ കണ്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെടുക, ആ അനുഭവങ്ങളോ? അയ്യോ, നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്കറിയാലോ. ഇന്നലയ്ക്ക് മുന്നേ ഒരു ദിവസം ഒരാള് പാമ്പിനെ പിടിക്കാൻ പോയി. ഞങ്ങൾ കയ്യൊക്കെ കഴുകി ബാക്കിയുള്ള എല്ലാവരും ഷേക്ക് കൊടുത്തു. അവരെല്ലാം വാങ്ങി. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കൈ തരാൻ പറ്റും, പെട്ടെന്ന് കൈ വലിച്ചിട്ട് പുള്ളി പെട്ടെന്ന് ബാക്കിലേക്ക് മാറി. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ, 4-5 ദിവസങ്ങൾക്ക് അല്ല ഒരാഴ്ചക്ക് മുന്നേ ഞാനിതുള്ളൊരു പാമ്പള അതിഥിയെ പിടിച്ചു. കൈയൊക്കെ സോപ്പിട്ട് വാഴക്കൊക്കെ കഴുകി. എന്നിട്ട് അത് എനിക്ക് 500 രൂപ തന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് ടച്ച് ചെയ്യാൻ സമയം പെട്ടെന്ന് കയ്യിൽ കൊണ്ട് തരാൻ പോയിട്ട് പെട്ടെന്ന് കയ്യിലങ്ങ് ഇട്ടു. എന്നിട്ട് പെട്ടെന്ന് കൈ വെച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ അറപ്പാട്ടും വെളുപ്പാട്ടൊക്കെ ഉണ്ടാവുന്ന പിള്ളേരെ മക്കളെ സാധാരണക്കാരാണ് കേട്ടോ. കൂടെ കൊച്ചു മക്കളെ നമ്മൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടായിരുന്നപ്പോൾ നമ്മൾ കൊച്ചു മക്കൾക്ക് തൊടാൻ ചെല്ലുമ്പോൾ ഒരു പതുക്കെ കൊച്ചിന് ഇഷ്ടമില്ലാത്തതൊക്കെ ഒരു കൊച്ചിനെ ഇങ്ങനെ മാറ്റി കൊണ്ടുവന്ന സംഭവം ഒത്തിരി ഉണ്ടായി. ഓക്കെ, വാവ സുരേഷ് ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തെന്ന് വെച്ചാൽ ചിലർക്ക് പാമ്പിന് നല്ല അറപ്പായിരിക്കും. അറപ്പ് മാത്രമല്ല നല്ല പേടിയും ഉണ്ടാകും. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പാമ്പിന്റെ ഫോട്ടോ കണ്ടാൽ പോലും നോക്കാൻ പേടിക്കുന്ന അറച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പക്ഷേ പാമ്പിനോട് തോന്നുന്ന അതേ അറപ്പ് തന്നെ വാവ സുരേഷിനോടും തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇദ്ദേഹം പാമ്പിനെ അങ്ങനെയാണല്ലോ ഡീൽ ചെയ്യുന്നത്. പാമ്പിനെ തൊടുന്നു, ഉമ്മ വെക്കുന്നു. ഇതൊക്കെ കാണുന്ന ഒരാൾക്ക് വാവ സുരേഷിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ മടി കാണിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. എല്ലാവരുടെയും കാര്യമില്ല ഞാൻ പറഞ്ഞു. ചിലർക്ക് ഒരു അറപ്പുണ്ടാകും. പാമ്പിനെ തൊട്ട കൈയല്ലേ, ആ കൈ പിടിക്കാൻ നല്ല മടി ഉണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികളൊന്നും അടുപ്പിക്കാൻ ചിലർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതിനെ മറ്റൊരു രീതിയിൽ കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാവ സുരേഷിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല അവരെങ്ങനെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. വാവ സുരേഷിനെ തൊടാനുള്ള മടി കൊണ്ടല്ല, മറിച്ച് പാമ്പിനെ തൊട്ട ഒരാളുടെ കൈ തൊടാനുള്ള അറപ്പ് കൊണ്ട് അല്ലെങ്കിൽ പേടി കൊണ്ടാണ് അവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ തയ്യാറാവാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, മറിച്ചാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാനും കഴിയൂല. നമ്മുടെ നാടല്ലേ, എന്തും സംഭവിക്കാം. ജാതിയുടെയും വർണ്ണ വിവേചനത്തിന്റെയും ഒക്കെ വിത്തുകൾ ഇന്നും പലരുടെ മനസ്സിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തൊട്ടുകൂടായ്മയൊന്നും ഇന്നും ഇപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പാമ്പ് തന്നെയായിരിക്കും ഇവരുടെ പ്രശ്നം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനിപ്പോൾ ആളുകളെ പൂർണ്ണമായി കുറ്റപ്പെടുത്താനും പറ്റൂല. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കി കിടപ്പുണ്ട്. നിങ്ങളുടെ പേടി സ്വപ്നമായ ജീവിയെ പിടിച്ചു തന്ന ഒരാളാണ്. നിങ്ങളുടെ ജീവിതം സുഗമമാക്കി തന്ന ഒരാളാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ആളാണ്. സംഭവം പാമ്പ് പിടുത്തം വാവ സുരേഷിന്റെ ജോലിയാണ്, പാഷനുമാണ്. എന്നാലും പലരും മടിക്കുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ആളല്ലേ. അയാൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു മിനിമം മര്യാദയാണ്. അയാൾ പാമ്പിനെ പിടിച്ചെന്ന് വെച്ച് ആ കയ്യിൽ തൊട്ടാൽ നിങ്ങൾക്ക് വിഷം ഏൽക്കൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് വാവ സുരേഷിന് അപൂർവമായി ഉണ്ടായ ഒരു അനുഭവം മാത്രമാണ് കേട്ടോ. 100 കണക്കിന് പാമ്പുകൾ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അതിനിടയിൽ 1-2 തവണ മാത്രം ഉണ്ടായ അനുഭവമാണ്. ഭൂരിപക്ഷം പേരും വാവ സുരേഷിനെ സ്നേഹിക്കുന്നവരാണ്, അയാളെ ചേർത്ത് നിർത്തുന്നവരാണ്. നല്ല ഫാൻ ബേസ് ഉള്ള മനുഷ്യനാണല്ലോ ഇദ്ദേഹം. സോ 1-2 പേര് ഇങ്ങനെ പെരുമാറിയെന്ന് കരുതി എല്ലാവരും വാവ സുരേഷിനോട് അങ്ങനെയാണെന്ന് കരുതാൻ കഴിയില്ല. ആക്ച്വലി ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന മോശം അനുഭവങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഇപ്പൊ പറഞ്ഞത്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനുള്ള മടി നമുക്ക് വേണമെങ്കിൽ പാമ്പിനോടുള്ള അറപ്പ് കൊണ്ടാവാം എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. പക്ഷെ ഇതിനേക്കാളും 100 ഇരട്ടി വേദനാജനകമായിട്ടുള്ള അനുഭവമാണ് വാവ സുരേഷ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പല സ്ഥലത്തും ചെല്ലുന്നത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ്. നെയ്യാറ്റിൻകര പോകണ്ട, ഊരുട്ടമ്പലത്തിനടുത്ത് എവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയിരുന്നു. അതേ പ്രിൻസിപ്പളാണ് മറ്റായിരുന്നു. അതേ എന്താ പറയുക, സ്കൂളിലെ HM എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ചു. ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ പണ്ടും എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതലേ എനിക്കതുണ്ടാകും. അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പാത്രമൊക്കെ ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്കിത് കുടിക്കാൻ വെള്ളം തരുമോ വെച്ചാൽ.
അപ്പോൾ കുടിക്കാൻ മക്കളെ ഇപ്പോൾ കൊണ്ടാ കുടിക്കാനില്ല. അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്, അപ്പോൾ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം കുപ്പി മഗ്ഗാണെന്ന്. ഞാൻ അവനെ കുടിച്ചില്ല, കളഞ്ഞു. എന്താ ഇപ്പൊ പറയാ, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ആരാലും തകർന്നു പോകും. ഞാനൊക്കെ ആണെങ്കിൽ തകർന്ന് പണ്ടാറടങ്ങി പോകും. എല്ലാവരും ഈ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന പാട്ടയിൽ കുടിക്കാൻ വെള്ളം തരാൻ മാത്രം ഞാൻ അത്രയും മോശക്കാരനാണോ എന്ന ചിന്ത എന്റെ ജീവിതകാലം മൊത്തം എന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആലോചിക്കണം, അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്നാണ് വാവ സുരേഷിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. സ്കൂളിൽ പ്രധാന അധ്യാപികയായിട്ടുള്ള സ്ത്രീയാണ്, കുട്ടികൾക്ക് സമത്വവും സാഹോദര്യവും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളാണ്. അങ്ങനെയുള്ള ആളാണ് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന പാത്രത്തിൽ വാവ സുരേഷിന് കുടിക്കാൻ വെള്ളം കൊടുത്തത്. ഈ സ്ത്രീ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിൽ വാവാ സുരേഷിനോട് ഇങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിലെ ഏറ്റവും നല്ല പാത്രത്തിൽ തന്നെ അവർ വാവാ സുരേഷിന് വെള്ളം കൊടുത്തേ. ഈ ഉന്നത വിദ്യാഭ്യാസവും പണവും ഒക്കെയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവം ഉള്ളതായി കണ്ടിട്ടുള്ളത്. ജോലി ചെയ്ത ആൾക്ക് പൈസ കൊടുക്കാൻ മടി, നല്ല ഭക്ഷണം കൊടുക്കാൻ മടി. നിങ്ങളുടെ നാട്ടിൽ കൂലിപ്പണിക്കാരോടൊക്കെ ചോദിച്ചാൽ അത് മനസ്സിലാകും. ഈ പണക്കാരുടെ വീട്ടിലും സാധാരണക്കാരുടെ വീട്ടിലും ജോലി ചെയ്യുമ്പോഴുള്ള വ്യത്യാസത്തെ കുറിച്ച് അവർ പറഞ്ഞു തരും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പെയിന്റിങ്ങിനൊക്കെ പോകുന്ന സുഹൃത്തുക്കളുണ്ട്. അവര് പറയാറുണ്ട്, ഈ പൈസക്കാരുടെ ഒക്കെ വീട്ടിൽ പെയിന്റിങ്ങിന് പണിക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ വെള്ളം ചോദിച്ചാൽ പോലും തരാൻ മടിയായിരിക്കും. വേണമെങ്കിൽ പൈപ്പിൽ നിന്നും എടുത്ത് കുടിച്ചോളാൻ പറയും. ഇതെന്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. പക്ഷെ നേരെ മറിച്ച് ഒരു സാധാരണക്കാരന്റെ വീട്ടിലാണെങ്കിൽ അവിടെ അതിഥി വരുമ്പോൾ മാത്രം എടുക്കുന്ന പാത്രങ്ങളിലാണ് പോലും ഭക്ഷണം വിളമ്പുക. വെള്ളം ചോദിച്ചാലോ ജ്യൂസ് കൊണ്ടേ തരും. അങ്ങനെയാണ് സാധാരണക്കാർ ജോലിക്കാരെ ട്രീറ്റ് ചെയ്യും. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ, നേരിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനും അത് വാവാ സുരേഷോ ആരോ ആയിക്കോട്ടെ, അയാൾ ദാഹിച്ച് വരഞ്ഞ് കുറച്ച് വെള്ളം ചോദിക്കുമ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്സിൽ പോലും വെള്ളം കുടിക്കാൻ കൊടുക്കാൻ മടിക്കുന്ന ആളുകളെ എങ്ങനെയാണ് മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുക? എന്ത് തരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ് ഇത്? നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്സിൽ വേറെ ഒരാൾ വെള്ളം കുടിച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോവുക? അത്ര കറുപ്പാണെങ്കിൽ നിങ്ങൾ ആ ഗ്ലാസ് പിന്നെ ഉപയോഗിക്കേണ്ട, വലിച്ചെറിഞ്ഞേക്ക്. എന്നാലും ബാത്റൂമിൽ ഉപയോഗിക്കുന്ന പാത്രത്തിൽ, നിങ്ങളുടെ തീട്ടവും മൂത്രവും ഒക്കെ തെറിച്ച പാത്രത്തിൽ വെള്ളം കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കരുത്. പട്ടികൾക്ക് പോലും ഇങ്ങനെ വെള്ളം കൊടുക്കാറില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പഴയ പാത്രങ്ങളിലാണ് പട്ടികൾക്കും പൂച്ചകൾക്കും വരെ ഭക്ഷണം കൊടുക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരിടത്താണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി ഹേർട്ടിങ്. ഇനി ഇതിനേക്കാൾ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവം കൂടി വാവാ സുരേഷ് പറയുന്നുണ്ട്. സ്വന്തം കൂട്ടുകാരന്റെ വീട്ടിൽ പോയപ്പോൾ നേരിടേണ്ടി വന്ന അനുഭവം, അതും കൂടി ഒന്ന് കണ്ടോക്കാം. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും അനുഭവത്തിലുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു 10-12 വർഷം കൊണ്ട് ഞാൻ എൻ്റെ തിരുവോണം ഉണ്ണുന്നത് എൻ്റെ അമ്മയോടോ അപ്പനോടൊന്നുമല്ല. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അനാഥ മന്ദിരത്തിലാണ്. അറിയപ്പെടുന്നത് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രമാദം ഒരു ക്ഷേത്രമുള്ളൂ, ആറ്റുകാൽ ക്ഷേത്രമാണ്. സത്യം പറഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന ഭക്തജനങ്ങൾ അമ്മയ്ക്ക് 10,000-കണക്കിന് രൂപയും സ്വർണ്ണമൊക്കെ കൊണ്ട് കാണിക്കയിടാൻ പോകുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിക്കുള്ള ഒരു അനാഥ മന്ദിരമാണ് ആനന്ദ നിലയം. അവിടെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ അവർ ദൈവത്തിന് കൊടുത്തിട്ട് എന്താ നേടാൻ പോകുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. പാവപ്പെട്ട 10 പേർക്ക് ആഹാരം കഴിക്കാൻ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത്രയും പുണ്യം എങ്ങനെയുണ്ട്. ദൈവവും അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതും കൂടിയും ശ്രദ്ധിക്കണം പോകുന്ന ആൾക്കാരെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഞാൻ തിരുവോണം 10 വർഷം ഉണ്ട് അവിടെയാണ് ഉണ്ണുന്നത്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷ് ഒരു കാര്യം എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ ഞാൻ വരാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് ഇതാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അവിടുത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷിക്കും എല്ലാ തിരുവോണത്തിനും. അപ്പോൾ ഞാൻ കഴിച്ചു, ഞാനവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുത്തി. ഞാൻ ഇരുന്നു, പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 1/2 മണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ വെറുതെ അഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവർ അകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സെല്ലാം വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കിൽ കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു, എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് വെട്ടിക്കൊണ്ടു ഞാൻ ഡിസ്പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഈ മേഖലയിൽ. പക്ഷെ അതൊന്നും എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് കാണാറില്ല. ഒരുപാട് അനുഭവം പോട്ടെ. അല്ലാത്തൊരവസ്ഥ തന്നെ, വേറെ എന്തും സഹിക്കാം. സ്വന്തം സുഹൃത്തിൽ നിന്ന് പോലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? അത്രയും അടുത്തൊരു സുഹൃത്ത് ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ സുഹൃത്തിനായിരിക്കില്ല പ്രശ്നം, സുഹൃത്തിന്റെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ ആയിരിക്കാം. വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ പായസം കൊടുക്കാൻ അവർക്കായിരിക്കും മടി. എന്നാലും എന്തിനാണ് ആ മടി, എന്തിനാണ് ആ അറപ്പ്? ഒരു ഗ്ലാസ് പായസല്ലേ. പാമ്പിനോടുള്ള അറപ്പ് കാരണമാണെന്ന് ആരും പറയാൻ നിൽക്കണം. ഇത് മനുഷ്യനോടുള്ള അറപ്പാണ്, അത് മാത്രമാണ്. ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാത്തത് പാമ്പിനോടുള്ള അറപ്പ് കാരണമാണെന്നുള്ളത് ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്, അത് ഞാൻ സമ്മതിച്ചു. പാമ്പിനെ പിടിച്ച ഉടനെയാണ് ആ ഷെയ്ക്ക് ഹാൻഡ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ വിടാം.
പക്ഷെ ഇതെന്താണ്, വിളിച്ചു വരുത്തി അപമാനിക്കുകയല്ലേ ചെയ്തത്. അയാൾ നിങ്ങളുടെ വീട്ടിലേക്ക് പാമ്പ് പിടിക്കാൻ വന്നതല്ലല്ലോ, നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഓണം ആഘോഷിക്കാൻ വന്നതാണ്. അങ്ങനെ വരുന്ന ഒരാളെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ സ്വീകരിക്കണം, ഏറ്റവും നല്ല പാത്രത്തിൽ തന്നെ ഭക്ഷണം വിളമ്പണം. അതിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ക്ഷണിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ എന്താണെന്ന് അറിയോ, പാമ്പിനേക്കാളും വിഷമുള്ള മനുഷ്യന്മാരാണ്. അതാണ് സംഭവം. വാവാ സുരേഷിന്റെ സ്ഥാനത്ത് നമ്മൾ എല്ലാവരും ആയിരിക്കണം. അപ്പൊ മനസ്സിലാകും അതിന്റെ ബുദ്ധിമുട്ടും വിഷമവും എത്രത്തോളമാണ് എന്നുള്ളത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലെങ്കിലും ഈ വിവേചനം അവസാനിപ്പിച്ചൂടെ. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലരൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, അതായത് ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ പായസം കൊടുക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്നുള്ളത്. ഒരിക്കലുമല്ല. നമ്മുടെ വീട്ടിൽ ചെറിയ പരിപാടി ഉണ്ടാകുമ്പോൾ, കുറച്ചധികം ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മളും ഈ പറയുന്ന ഡിസ്പോസിബിൾ ഗ്ലാസുകളും പ്ലേറ്റുകളും ഉപയോഗിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം വൃത്തിയാക്കുന്ന ജോലി ഒഴിവായി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് പലരും ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസും ഉപയോഗിക്കാറുള്ളത്. അതുപോലെ കൂട്ടുകാരുടെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചില്ല് ഗ്ലാസ്സിലും ചിലപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലും ഒക്കെ പായസം കിട്ടാറുണ്ട്. ഇതെല്ലാം ഓക്കെയാണ്, യാതൊരു കുഴപ്പമില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു മനുഷ്യന് പായസം കൊടുക്കാൻ വേണ്ടി അയാൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിക്കുക, അതും എന്തിനു വേണ്ടി? ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം. ആ വീട്ടിൽ അത്രയും ഗ്ലാസുകൾ ഉണ്ടായിട്ടും ഒരു ഗ്ലാസ് പായസം കൊടുക്കാൻ വേണ്ടി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവരുന്നത് വരെ കാത്തിരുന്നു എന്നിടത്താണ് പ്രശ്നം. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ല, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കൊടുത്തു എന്നിടത്തല്ല പ്രശ്നം, ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ മാത്രം കൊടുത്തു എന്നതാണ് പ്രശ്നം. എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ദയവ് ചെയ്ത് ഇങ്ങനൊരു മനുഷ്യനോടും വിവേചനം കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വാവാ സുരേഷിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെയും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ അനുഭവങ്ങൾ ഓർത്ത് നിങ്ങൾ ഒരിക്കലും തളരരുത്, വിഷമിക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ ആർക്കായാലും വിഷമം വന്നു പോകും. പക്ഷെ നിങ്ങൾ ഒരിക്കലും തളർന്നിരുന്ന് പോകരുത്, ശക്തമായി മുന്നോട്ട് പോവുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.